You are watching TV Next. നമ്മുടെ ആർട്ടിസ്റ്റ് നിമിഷ ബിജോ നമ്മോടൊപ്പം ഉണ്ട്. നിമിഷ, നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്ന് സത്യജിത് റേ ഫിലിം അവാർഡ് നടക്കുകയാണ്. അതെ, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതുപോലെ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ അല്ലാതെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനും അതിലൊരു അംഗമായി വന്നു. ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റി. നിമിഷ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തുള്ള ഒരു പ്രോജക്റ്റ് എന്താണ്? അടുത്ത റിബൺ എന്ന് പറഞ്ഞൊരു മൂവിയാണ് റിലീസാവാനിരിക്കുന്നത്. പിന്നെ ഒരു 1-2 മൂവിയുടെ വർക്കിലാണ്, കഴിഞ്ഞു. ഉടനെ റിലീസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിലെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ലൈഫൊക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം ഭയങ്കര ആൾക്കാർ ഇപ്പോൾ കൂടുതലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. ആരും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കമൻറ്റ് ഇടുന്നവർ ഇട്ടിട്ട് പോട്ടെ. പക്ഷെ ഞാൻ ശരിക്കും എന്ത് തോന്നുന്നു എന്നെ കണ്ടിട്ട്? ഞാൻ പാവമല്ലേ? ഞാൻ ഭയങ്കര പാവമാണ്. പിന്നെ സോഷ്യൽ മീഡിയ അത് പിന്നെ വേറെ പവർ. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് നമുക്കൊന്ന് കയറി പോകാനും അതുപോലെ സിനിമകൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് നിമിഷ നമ്മുടെ ഒരു മലയാളി ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇച്ചിരി കുറച്ചിട്ടാലോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ തെന്നിന്ത്യയിൽ പോയാൽ അല്ലെങ്കിൽ ബോളിവുഡിൽ പോയാൽ ഇതൊന്നും ആരും വലിയതായിട്ട് മൈൻഡ് ചെയ്യാറില്ല. അവിടെയും പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ ഒരു സംസ്കാരം ഇനിയും മാറാത്ത? അതിനെപ്പറ്റി ഞാനും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും കുറ്റം പറയുന്നില്ല, വളരെ കുറച്ച് പേരാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മൈൻഡിൽ നിമിഷ ബിജു എന്ന് പറയുന്ന വ്യക്തി ഇന്നൊരു വേഷം ഇടണം എന്നൊരു ചിന്താഗതിയാണ് അവർക്ക്. അതില്ലാതെ വേറെ എന്തെങ്കിലും ഷോർട്ട് ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ അവർക്കൊരു വിഷമമാണ്. പിന്നെ ഞാനൊരു സാധാരണക്കാരിയാണല്ലോ. അപ്പോൾ ഈ സാധാരണ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു. ഞാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നൊരു സാധാരണക്കാരി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും എന്നെ പറയുന്നത്. കാരണം അത് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാവരും അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനൊരു പാവം പിടിച്ചൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ടാവാം എന്നോട് ഇത്ര ദേഷ്യം വരാൻ തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്കിപ്പോ ഒന്നും അറിയില്ല, എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. ഹസ്ബൻഡ്, ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറുമായ ലക്ഷ്മി ദേവൻ നമ്മോടൊപ്പം ഉണ്ട്. സത്യജിത് റേയുടെ പേരിലുള്ള അവാർഡിനേറ്റ് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി നല്ല സന്തോഷം തോന്നുന്നു. പിന്നെ നമ്മളെ പോലുള്ള കലാകാരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സദസ്സാണിത്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സന്തോഷമുണ്ട്. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വേദിയായിരിക്കും ഇത്. പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അടുത്ത് പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്നത്. അല്ലാതെ നമ്മളൊരു വർക്കിന്റെയും ഷൂട്ടിന്റെ ആവശ്യത്തിന് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു. അല്ലാതെ ഒരു സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഒരു വിശേഷ അന്വേഷണമൊക്കെ നമുക്ക് ഈ ഒരു വേദിയിലൂടെ നമുക്ക് സാധിക്കും. ചെയ്യുന്ന പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? നേരത്തെ ചെയ്ത പ്രോജക്റ്റുകൾ? ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, ചെറുതും വലുതുമായുള്ള വേഷങ്ങളിൽ അഭിനയിച്ചു. പക്ഷെ കമ്പം എന്ന് പറയുന്ന എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനും പിന്നെ എൻ്റെ പാർട്ട്ണർ സുധൻ രാജ്, അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ പടം. അപ്പൊ അത് റിലീസിനായിട്ട് ഏകദേശം ഒക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഓണത്തിന് മുമ്പായിട്ട് റിലീസാവും. പിന്നെ രണ്ടാമത് ഞങ്ങൾ രണ്ടൊരു ലൈൻ പ്രൊഡ്യൂസേഴ്സ് ആയ ഒരു മൂവിയാണ് ശ്രീ ഷാജോൺ, കലാഭവൻ ഷാജോൺ, അദ്ദേഹം ഹീറോ ആയിട്ടുള്ള CID രാമചന്ദ്രൻ റിട്ടേർഡ് എസ്ഐ എന്ന് പറഞ്ഞ പടം. അത് റിലീസായി. അപ്പോൾ അതിന്റെ ഒരു സന്തോഷവും കൂടെ ഉണ്ട്. കുറെ താരനിരകൾ അതിലുണ്ട്. സുധീർ കരമന, ബൈജു, അസീസ് ഏട്ടൻ, പ്രേംകുമാർ, പിന്നെ അനുമോൾ നമ്മുടെ സിനിമയിലുള്ള ഹീറോയിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തുഷാര പിള്ള, അങ്ങനെ ഒരുപാട് താരനിരകൾ തന്നെ ഉണ്ട്. എനിക്കും അതിലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. അതിന്റെ ഒരു സക്സസിലാണ് നമ്മളിപ്പോ. നല്ല നല്ല റിവ്യൂസും അഭിപ്രായങ്ങളും വരുന്നുണ്ട്. റിലീസ് ആവാൻ പോകുന്ന കുറച്ച് പടങ്ങളുണ്ട് ഞാൻ അഭിനയിച്ചത് തന്നെ. പോലീസ് ഡേ, അനുറാം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ട് ചെയ്ത മറുവശം, അങ്ങനെ ഒരുപാട് പടങ്ങൾ. പിന്നെ പേരിട്ടിട്ടില്ല കുറച്ച് പടങ്ങൾ. പിന്നെ ഭാവിയിലേക്കുള്ള പ്രോജക്ട്സ് എഴുതുവാണ്. ഇപ്പൊ ഷീലാമ്മ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പണ്ട് മുതലേ എനിക്ക് ഈ ഒരു പഴയ സിനിമകൾ കണ്ടു, അവരെ സ്നേഹിച്ചു. പക്ഷെ അതിനുശേഷം മനസ്സിനക്കരെ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അപ്പോഴാണ് ഷീലാമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് കൂടുന്നത്, ആ ഒരു ക്യാരക്ടറോട് കൂടി. അതിനു മുമ്പേ നമ്മൾ കുഞ്ഞിലെ കണ്ടു മറന്നു ആ സിനിമകൾ. പിന്നെ ആ ഒരു സിനിമയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര ഒരു ആരാധനയായിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാർക്ക് വ്യക്തികളുണ്ടല്ലോ, നല്ല അറിയപ്പെടുന്ന ഡയറക്ടേഴ്സ്, പിന്നെ സാഹിത്യകാരന്മാര്. അവരെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമുക്ക്. അവരൊക്കെ ചെയ്ത ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു പെർസെവറൻസ് ആൻഡ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു എഫേർട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ നമ്മളൊരു മാതൃകയാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ രാവും പകലും കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർ കൂടെയാണ്, ആക്ട്രസ് ആണ്. അപ്പോ സിനിമയിൽ എത്തിപ്പെടുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എത്തിപ്പെട്ടതോടെ എല്ലാം കഴിഞ്ഞു. അതെ. ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ശരിക്കും എല്ലാവരുടെയും വിചാരം 1-2 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി, സിനിമയിൽ എല്ലാം ആയി എന്നൊക്കെയുള്ള ഒരു ഭാവമാണ്.
പാവം മാത്രമല്ല അവരുടെ ഒരു ചിന്ത സിനിമയിൽ എത്തിപ്പെട്ടത്. പക്ഷെ അതല്ല, അതിനുശേഷം നമ്മൾ എങ്ങനെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മുമ്പ് ചെയ്ത എത്രയോ ആർട്ടിസ്റ്റുകൾക്ക്, അഭിനേതാക്കൾക്കൊന്നും ഇപ്പൊ വർക്കില്ലാതെ അവരിയ്ക്കുന്നുണ്ട്. ഈവൻ സീരിയലായാലും സിനിമയിലായാലും. അപ്പൊ അവര് നിലനിന്ന് പോകുന്നില്ല, അതാണ് പ്രോബ്ലം. പുതിയതായിട്ട് വരുന്നവര് കുറെ പേര് അഭിനയിച്ച് പോകുന്നുണ്ട്. സിനിമയിലായാലും നമ്മൾ കാണുമ്പോൾ മെയിൻ ആയിട്ട് ഒരു 2-3 അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളല്ലാതെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ എല്ലാവരും വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു ഹബില് വരുന്നു, എല്ലാവരും അതുപോലെ പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്താൽ പോരാ, നമ്മളത് എങ്ങനെ തിയേറ്ററിൽ എത്തിക്കുന്നു, അതിനെ എങ്ങനെ വിജയിപ്പിക്കുന്നു, എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ അതില് ഇതുവരെ വിജയം കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതുവരെ ആയിട്ടില്ല. ഇനിയാണ് അങ്ങോട്ടുള്ള റിലീസോട് കൂടിയാണ് നമ്മുടെ ഒരു കാലിബർ എല്ലാവർക്കും അറിയിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ നിൽക്കുന്നു. ഒരുപാട് എഫേർട്ടാണ്, ഒരുപാട് സ്ട്രഗിൾ ആണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇപ്പൊ പണ്ടത്തെ പോലെ OTT മുഴുവൻ മൂവിയൊന്നും അങ്ങനെ എടുക്കുന്നില്ല. വളരെ സെലക്റ്റീവായിട്ട് വലിയ സ്റ്റാറിന്റെ പടം പോലും ഇപ്പോ അവര് സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഞാൻ ഫിലിമിൽ ഒരു ബേസും ഇല്ലാതെ വന്ന ആളാണ്. എന്റെ ഫാമിലിയോ ആരും അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു. ഇതിലെപ്പോഴും ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു നിൽക്കുന്നു. അപ്പോ എന്നെ പോലുള്ള ചെറിയ ചെറിയ കലാകാരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരു സിനിമ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വരുമ്പോ വന്ന് കണ്ടിട്ട് നല്ലതാണെന്ന് അഭിപ്രായം തോന്നിയ ഒരു നാലാളോട് പറയുമ്പോൾ ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ടൊരു സിനിമ വിജയിച്ചാൽ നമ്മളെ പോലുള്ള അത്രയും ഇത് ജീവൻ മരണ പോരാട്ടമാണ് സത്യം പറഞ്ഞാൽ. അത് അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല, പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. കഴിയുന്നതും കാണുക, സിനിമ കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും 2 രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്തായാലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും എല്ലാവരും ആശംസിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.